ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ മെസ്സേജുകൾക്ക് ഇപ്പോൾ മറുപടി തരുന്നില്ലേ? കോൾ ചെയ്താൽ പലപ്പോഴും ബിസിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണോ? നിങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നുണ്ടോ? അതായത് അവർ നിങ്ങളെ പച്ചയായി അവഗണിക്കുകയാണ്. ഈ അവഗണന തരുന്നൊരു വേദനയുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയും. ഉള്ളിലൊരു തരം ശൂന്യതയാണ്, ഭ്രാന്ത് പിടിക്കുന്നത് പോലുള്ള അവസ്ഥ. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആലോചിച്ച് രാത്രികൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. പലരും ഈ സമയത്ത് ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. അവരുടെ പുറകെ നടന്ന് കരയും, എന്നെ ഒഴിവാക്കല്ലേ എന്ന് കെഞ്ചും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം അവരുടെ പുറകെ നടക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ ഇനിയും ഇനിയും അവഗണിക്കും. അതാണ് മനുഷ്യൻ്റെ സൈക്കോളജി. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളെ അവഗണിക്കുന്ന അതേ വ്യക്തി നിങ്ങളുടെ മെസ്സേജുകൾക്കായി കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കാം. അതിനായി നിങ്ങൾ അവരുടെ പുറകെ നടക്കുകയല്ല വേണ്ടത്. ഹ്യൂമൻ സൈക്കോളജിയിലെ ഒരു രഹസ്യ ട്രിക്ക് പ്രയോഗിക്കണം. ആ ട്രിക്ക് എന്താണെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരൊറ്റ വരി പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം, എനിക്ക് പനിയാണ്, എൻ്റെ സൗണ്ടൊക്കെ ആകെ മോശമാണ്. എന്നാലും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ട്രിക്ക് പഠിക്കുന്നതിന് മുൻപ് അവർ എന്തുകൊണ്ടാണ് നിങ്ങളെ അവഗണിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മനുഷ്യന് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. എളുപ്പത്തിൽ കൈക്കലാക്കാൻ പറ്റുന്ന ഒന്നിനോടും മനുഷ്യന് ബഹുമാനമുണ്ടാകില്ല. നിങ്ങൾ എപ്പോഴും അവർക്ക് ലഭ്യമാണ്. അവർ എപ്പോഴും മെസ്സേജ് അയച്ചാൽ നിങ്ങളൊരു സെക്കൻഡ് കൊണ്ട് തന്നെ റിപ്ലൈ കൊടുക്കും. അവർ എപ്പോഴും കാണണമെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് അങ്ങ് ഓടിച്ചെല്ലും. തുടക്കത്തിൽ ഇതൊക്കെ നല്ലതായിട്ട് തോന്നും. എന്നാൽ പതുക്കെ പതുക്കെ അവർക്ക് നിങ്ങളോടുള്ള വില കുറയും. ഇവൻ അല്ലെങ്കിൽ ഇവൾ എങ്ങും പോകില്ല, എപ്പോഴും എൻ്റെ പുറകെ കാണും എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. നിങ്ങളുടെ സ്നേഹം അവർ ഒരു ബാധ്യതയായി കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് അവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ അവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റി. സ്വന്തം സന്തോഷവും സമാധാനവും അവരുടെ കൈകളിൽ കൊടുത്തു. ഇതാണ് നിങ്ങൾ വരുത്തിയ ഒന്നാമത്തെ പിഴവ്. നിങ്ങളുടെ ഈ ഭാവമാണ് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്. ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനി നമ്മൾ കളി മാറ്റാൻ പോവുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പടിയാണ് റൂൾ ഓഫ് സൈലൻസ്. നിങ്ങളെ ഒരാൾ അവഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരോട് പരാതി പറയാൻ നിൽക്കരുത്. നീ എന്താണ് എന്നെ വിളിക്കാഞ്ഞേ എന്ന് ചോദിക്കാൻ നിൽക്കരുത്. നിനക്ക് ഇപ്പോൾ എന്നെ വേണ്ടേ എന്ന് പറഞ്ഞ് വഴക്കിടാൻ നിൽക്കരുത്. പകരം നിങ്ങൾ പൂർണ്ണമായും നിശബ്ദനാകുക. അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുക. അവർക്കിനി കോളുകൾ ചെയ്യരുത്. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ പെരുമാറുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം പേടി തോന്നും, അല്ലേ? ഞാൻ മിണ്ടാതിരുന്നാൽ അവർ എന്നെ എന്നേക്കുമായിട്ട് മറന്നു പോവുമോ, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അവരെ എനിക്ക് നഷ്ടമാകുമോ എന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ എപ്പോഴും പുറകെ നടന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ അവരുടെ മനസ്സാകെ അസ്വസ്ഥമാകും. അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ഇയാൾക്കിത് എന്തു പറ്റി? എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാഞ്ഞത്? ഇയാൾക്കിനി വേറെ ആരെങ്കിലും കൂട്ടായി കിട്ടിയോ? ഈ ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. ഒരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന നിമിഷം അവൻ പതുക്കെ നമ്മളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ശല്യം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നിർത്തുക. നിങ്ങളുടെ നിശബ്ദത അവർക്കൊരു ചോദ്യചിഹ്നമായി മാറട്ടെ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു നിയമമുണ്ട്. ലഭ്യത കുറയുമ്പോൾ വില കൂടും. ഇത് മനുഷ്യബന്ധങ്ങളിലും കറക്റ്റാണ്. നിങ്ങൾ എപ്പോഴും ഫ്രീ ആണെന്ന ലുക്ക് അങ്ങോട്ട് മാറ്റുക. ഒരു പക്ഷേ അവർ ഒരുപാട് സമയത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക. ഉടനെ തന്നെ ചാടി വീണ് റിപ്ലൈ കൊടുക്കരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് മാത്രം മറുപടി നൽകുക. ആ മറുപടി വളരെ ലളിതമായിരിക്കണം. അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കുക. ഞാൻ കുറച്ച് ബിസിയാണ്, പിന്നെ സംസാരിക്കാമെന്ന് വളരെ മാന്യമായിട്ട് പറയുക. നിങ്ങൾ ബിസിയാണെന്ന് കാണിക്കുന്നത് നിങ്ങളുടെ മൂല്യം കൂട്ടും. നിങ്ങൾക്ക് സ്വന്തമായൊരു ലൈഫ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകണം. നിങ്ങളുടെ ലോകം അവർ മാത്രമല്ല എന്ന് അവർ തിരിച്ചറിയണം. ഈ മാറ്റം കാണുമ്പോൾ അവഗണിച്ച ആ വ്യക്തിക്ക് ചെറിയൊരു ഞെട്ടലുണ്ടാകും. അവർ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഒരു മെസ്സേജിനായി അവർ കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ മാറ്റം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വർക്കാകുന്നൊരു പ്രാക്ടിക്കൽ ടിപ്പുണ്ട്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് അവർക്കൊരിക്കലും തോന്നരുത്. പലരും ചെയ്യുന്നൊരു വലിയ വിഡ്ഢിത്തമുണ്ട്.
ഒരാൾ അങ്ങ് അവഗണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും സങ്കടമുള്ള സ്റ്റാറ്റസുകൾ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കും. പ്രണയപരാജയത്തിൻ്റെ പാട്ടുകൾ അങ്ങ് ഷെയർ ചെയ്യും. ഇത് കാണുമ്പോൾ അവഗണിക്കുന്ന വ്യക്തിക്ക് അഹങ്കാരം കൂടും. ഞാൻ കാരണം ഇയാൾ തകർന്നു പോയി എന്നവർക്ക് മനസ്സിലാകും. ദയവായി ഈ തെറ്റ് ചെയ്യരുത്. പകരം നിങ്ങൾ ജീവിതം ആഘോഷിക്കുകയാണെന്ന് കാണിക്കുക. കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയ ഫോട്ടോകൾ പങ്കുവെക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ സ്റ്റാറ്റസ് ഇടുക. പുതിയ എന്തെങ്കിലും ഒരു ഹോബി തുടങ്ങിയതായിട്ട് കാണിക്കുക. ഇത് കാണുമ്പോൾ അവരുടെ ഈഗോയ്ക്ക് ഒരു തട്ട് കിട്ടും. ഞാനില്ലാതെയും ഇയാൾ ഇത്ര സന്തോഷത്തിലാണ് എന്നവർ അത്ഭുതപ്പെടും. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അവഗണിച്ചവർക്കുള്ളിൽ അസൂയ തോന്നും. നിങ്ങളിലേക്ക് വീണ്ടും വരാൻ അവരുടെ മനസ്സ് അവരെ നിർബന്ധിക്കും. നിങ്ങളുടെ സന്തോഷമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഈ ട്രിക്കുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു നല്ല ദൃഢത വേണം കേട്ടോ. മനസ്സിലൊരു കട്ടി വേണം. അതായത് അവരൊരു മെസ്സേജ് അയക്കുമ്പോഴേക്കും പഴയതുപോലെ അങ്ങ് വീണു പോകരുത്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. അവർ നിങ്ങളെ വേദനിപ്പിച്ച വരികൾ ഓർക്കുക. നിങ്ങളെ തനിച്ചാക്കിയ നിമിഷങ്ങളൊക്കെ ഓർക്കുക. നിങ്ങളുടെ ആത്മാഭിമാനം ആർക്കു മുന്നിലും പണയം വെക്കരുത്. അവർ സംസാരിക്കുമ്പോൾ വളരെ കൂളായിട്ട് തന്നെ പെരുമാറുക. ദേഷ്യമോ സങ്കടമോ ഒന്നും പ്രകടിപ്പിക്കരുത്. നിങ്ങളുടെ മനസ്സൊരു കണ്ണാടി പോലെ ശാന്തമായിരിക്കണം. അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയരുത്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭ്രാന്തി പിടിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മറ്റേ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ. ആ അവസ്ഥ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനി നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതാണ്. അവരെക്കുറിച്ച് ചിന്തിക്കാൻ കളയുന്ന സമയം നിങ്ങളുടെ കരിയറിനായി ഉപയോഗിക്കുക. നന്നായി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക, സാമ്പത്തികമായി ഉയരാൻ ശ്രമിക്കുക, നിങ്ങളുടെ ലുക്കിൽ മാറ്റങ്ങൾ വരുത്തുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ഫിറ്റ്നസ് ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടുതൽ സുന്ദരനോ സുന്ദരിയായി മാറുക. നിങ്ങൾ ഉയർന്ന നിലയിലെത്തുമ്പോൾ നിങ്ങളെ അവഗണിച്ചവർ ദൂരെ നിന്ന് നോക്കി പശ്ചാത്തപിക്കും. അയ്യോ, ഇത്രയും നല്ലൊരു വ്യക്തിയെയാണല്ലോ ഞാൻ ഒഴിവാക്കിയതെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മറുപടി. നിങ്ങളെ വേണ്ട എന്ന് വെച്ചവർക്ക് നിങ്ങളൊരു നഷ്ടമായിട്ട് മാറണം. അതിനായി നിങ്ങളെ തന്നെ വളർത്തിയെടുക്കണം. ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ സൈക്കോളജി ട്രിക്കുകളൊക്കെ ചെയ്യുന്നത് അവരോടുള്ള പ്രതികാരം കൊണ്ടല്ല, നിങ്ങളുടെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം തിരിച്ചു പിടിക്കാനാണ്. ഈ ട്രിക്കുകൾ ചെയ്തതിന് ശേഷവും അവർ നിങ്ങളെ മാനിക്കുന്നില്ലെങ്കിൽ, ഇനിയും നിങ്ങളെ വില കുറച്ചാണ് കാണുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. അവർ നിങ്ങളുടെ ലൈഫിന് അനുയോജ്യമായിട്ടുള്ള വ്യക്തിയല്ല. അങ്ങനെയുള്ളവരെ അവിടെ തന്നെ ഉപേക്ഷിക്കുക. നിങ്ങളുടെ വില അറിയാത്തവരുടെ കൂടെ എത്ര കാലം ജീവിച്ചിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളെ ജീവനായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാൾ തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതിനായി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. ഓർത്തു നോക്കൂ, ഈ ലോകത്ത് ഒന്നിനും വേണ്ടി നമ്മൾ യാചിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് സ്നേഹത്തിന് വേണ്ടി. നിർബന്ധിച്ച് വാങ്ങിയെടുക്കുന്ന സ്നേഹത്തിന് ആയുസ് വളരെ കുറവായിരിക്കും. അതിന്ന് കിട്ടിയാലും നാളെ വീണ്ടും നഷ്ടപ്പെടും. നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ആളുകളെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ മെസ്സേജുകൾ കണ്ട് സന്തോഷിക്കുന്നവർ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ലൈഫ് മാറ്റിവെക്കുക. അല്ലാത്തവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പതുക്കെ പടിയിറക്കി വിടുക. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. നിങ്ങൾ തനിച്ചാകുമെന്ന് കരുതി ഭയപ്പെടേണ്ടതില്ല. തനിച്ചായിരിക്കുന്നതാണ് വിഷലിപ്തമായ ബന്ധങ്ങളിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ശക്തി തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ എത്ര കരുത്തനാണെന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഈ നിമിഷം മുതൽ ഒരു പുതിയ മനുഷ്യനായി മാറാൻ തീരുമാനിക്കുക. പഴയ ആ സങ്കടങ്ങളും കരച്ചിലുകളും എല്ലാം ഇവിടെ അവസാനിക്കട്ടെ. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ പുതിയ മാറ്റം കണ്ട് അത്ഭുതപ്പെടണം. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉയരുക. ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അത് ആർക്കോ വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല, ചിരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം നോക്കുക. വിജയം നിങ്ങളുടെ വഴിക്ക് വരും. നിങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടാകും. അതിനെല്ലാം മുൻപ് നിങ്ങൾ തന്നെ വിശ്വസിക്കുക. ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ ട്രിക്കുകളിൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ തകർന്നു പോയ ഏതെങ്കിലും ഒരു കൂട്ടുകാരനും കൂട്ടുകാരിക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഈ ഷെയർ ചിലപ്പോൾ അവരുടെ ലൈഫ് മാറ്റിമറിച്ചേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് തരുന്ന പ്രചോദനം വളരെ വലുതാണ്. ഇതുപോലുള്ള സൈക്കോളജി അറിവുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക. ആരുടെ മുന്നിലും തലകുനിക്കരുത്. ടേക്ക് കെയർ. ബൈ.